ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ആദർശിനോട് ദേവയാനി പറയുന്നുണ്ട്, മുത്തശ്ശനും അങ്ങനെ ചെയ്തത് തൊട്ട് ശരിയായില്ല. അനാമിക മോളല്ലായിരുന്നോ ആ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടി? അപ്പോൾ അവളുടെ മുമ്പിൽ വെച്ച് അത്ര സ്വർണ്ണമൊക്കെ എടുത്തുകൊണ്ടുവന്ന് നയനയ്ക്ക് കൊടുത്തത് ശരിയായില്ല എന്നാണ് പറയുന്നത്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അവൾക്ക് ഇത്ര ഒന്നും കൊടുത്താൽ പോരാ അമ്മേ, അവൾ ചെയ്ത ഉപകാരങ്ങൾക്ക് ഇതിൽ കൂടുതൽ ചെയ്യേണ്ടതാണെന്ന്. അപ്പം ദേവയാനി ചോദിക്കും, അതെന്താ നീ അങ്ങനെ പറഞ്ഞെന്ന്? അതല്ല, അവൾ നമ്മുടെ കമ്പനിക്ക് വേണ്ടി ഒരുപാട് ഡിസൈനൊക്കെ വരച്ച് തന്ന് കോടികളുടെ ബിസിനസ്സൊക്കെ ഉണ്ടാക്കി തന്നതല്ലേ, അതുകൊണ്ടാണെന്ന് പറയും. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, നീയാണ് മുത്തശ്ശനെയും മുത്തശ്ശിയെ ഇളക്കി ഇപ്പം ഈ സ്വർണം മുഴുവൻ അവളെ കൊണ്ട് ഏൽപ്പിച്ചതല്ലേ എന്ന് ചോദിക്കും. ഞാനൊന്നും അറിഞ്ഞതല്ലെന്ന് പറഞ്ഞ് ആദർശ് അങ്ങ് ഇറങ്ങിപ്പോവും. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ ഹാളിലിരുന്ന് സംസാരിക്കുന്നതാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ആ ഗോവിന്ദൻ ഇപ്പോഴും പ്രതിമയുടെ പണിയൊക്കെ ചെയ്താ ജീവിക്കുന്നത്, 2 അറ്റാക്കൊക്കെ കഴിഞ്ഞതല്ലേ, ഇനി ആ പണിക്കൊന്നും പോകണ്ടെന്ന് നമുക്ക് പറയണമെന്ന്. അത് നയനയുടെ അച്ഛനല്ലേ, അഭിമാനം ഒട്ടും കുറയ്ക്കത്തില്ല, അതുകൊണ്ട് നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആദർശിനോട് മുത്തശ്ശൻ പറയുന്നുണ്ട്, നിനക്ക് പറഞ്ഞൂടെ ഗോവിന്ദനോട് ഇനിയും പണിക്കൊന്നും പോകണ്ട എന്ന് പറയത്തില്ലേ എന്ന് ചോദിക്കും. അപ്പം ആദർശ് പറയുന്നുണ്ട്, ഞാൻ അച്ഛനോട് പറഞ്ഞതാണ് മാസം ഓരോ എമൗണ്ട് അക്കൗണ്ടിലിട്ട് തരാം, ഇനി പണിക്കൊന്നും പോകരുതെന്ന്. പക്ഷേ ആ വീട്ടിൽ ആരും അതിനൊന്നും സമ്മതിക്കുന്നില്ല എന്ന് ആദർശ് പറയും. എന്നിട്ട് ആദർശ് പോകാൻ നേരത്ത് ചോദിക്കുന്നുണ്ടോ, മുത്തശ്ശനും മുത്തശ്ശിക്കും ഇനി എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാനോ വല്ലതും ഉണ്ടോയെന്ന്. ഞങ്ങൾക്കൊന്നും മേടിച്ചു തരണ്ട മോനെ, നീ ഇനി ഞങ്ങളുടെ കാര്യമൊന്നും നോക്കണ്ട, നയനമോളുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന് പറയും. ഇനി നീ ഒരിക്കലും മോളെ വിഷമിപ്പിക്കരുത്, അവളുടെ സന്തോഷം മാത്രമേ നീ നോക്കാവുള്ളെന്ന് പറയും. അത് ഞാൻ അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ മുത്തശ്ശ എന്ന് ആദർശ് പറയുന്നുണ്ട്. അതല്ല, നിങ്ങളുടെ ദാമ്പത്യത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ മലയ്ക്ക് പോയിട്ട് വന്നു കഴിയുമ്പോൾ അതൊക്കെ പരിഹരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം ആദർശ് പറയും, ഇപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലെന്ന്. അതൊക്കെ കാര്യം ശരിയായിരിക്കും, എന്നാലും ദാമ്പത്യം തുടങ്ങിയോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് മുത്തശ്ശി പറയും. അന്നേരം ആദർശൊന്നും മിണ്ടുന്നില്ല. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ആ സമയത്തല്ലായിരുന്നോ ഇവനൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തത്, അത് ദേവയാനി അത് മുടക്കി ഇവനെ മലയ്ക്ക് വിടിയിച്ചില്ലേ, ഇനിയിപ്പം പോയിട്ട് വന്നതിന് ശേഷം നീ അവളെ ഒട്ടും വിഷമിപ്പിക്കരുതെന്ന് പറയും. ശരി മുത്തശ്ശ എന്ന് പറഞ്ഞ് ആദർശ് അങ്ങ് പോകും. ജലജ ഹാളിലിരിക്കുമ്പോഴാണ് അഭി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പം ജലജ ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഭാര്യ എന്ത് ചെയ്യടാന്ന്? എനിക്കറിയാം, അവൾ തോന്നിവാസം പോലെ വരികയും പോവുകയൊക്കെ ചെയ്യല്ലേ, അവളോട് അതൊന്നും ചോദിക്കാൻ പറ്റത്തില്ലെന്ന്. അവൾ എവിടെ വേണേലും പൊക്കോട്ടെ, പക്ഷേ പോയിട്ട് ഇങ്ങോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നെന്ന് ജലജ പറയും. ആ സമയത്താണ് നവി അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ അഭി പറയും, ഓ അവൾ വേറെ എങ്ങോട്ടും പോയില്ല, നേരെ ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ടെന്ന്. എന്നിട്ട് നവിയ വന്ന് നേരെ അകത്തോട്ട് പോകാൻ തുടങ്ങുന്ന ഉടനെ ജലജ ചോദിക്കും, നീ എവിടെ പോയതായിരുന്നു, ഇങ്ങനെ പറയാതെയും ഒക്കെയാണ് പോകുന്നെന്ന് ചോദിക്കും. ഞാൻ എങ്ങോട്ട് പോയാലും നിങ്ങൾക്ക് ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ, ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്നതല്ലേ പ്രശ്നമെന്ന് ചോദിക്കും. അന്നേരം ജലജ ഓർക്കുന്നുണ്ട്, ഓ ഇവളെങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ മറുപടി പറഞ്ഞു. ആ സമയത്ത് അങ്ങോട്ട് അനാമികയും വരുന്നുണ്ട്. അപ്പോൾ അഭി പറയും, എനിക്കറിയാം നീ നിൻ്റെ അനിയത്തിക്ക് കൊടുത്ത സ്വർണത്തിൻ്റെ പകുതി മേടിക്കാനായിട്ട് നിൻ്റെ വീട്ടിൽ പോയതല്ലേന്ന്. ഞാൻ എൻ്റെ വീട്ടിൽ പോയത് തന്നെയായിരുന്നു, ആ സ്വർണം മേടിക്കാൻ തന്നെയാണ്. നിനക്കെന്താ? എന്തായാലും നീ ഇപ്പം മൂർത്തീസ് ജുവലറിയിലെ വെറും ഒരു എംപ്ലോയി മാത്രമല്ലേ, അപ്പം നിന്നെ കൊണ്ട് എനിക്ക് സ്വർണ്ണം ഒന്നും മേടിച്ചു തരാൻ സാധിക്കില്ല. അപ്പോൾ എൻ്റെ അനിയത്തിയുടെ കയ്യിൽ ഒരുപാട് സ്വർണ്ണം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ഞാൻ അവളോട് ചോദിക്കും, അതിനെന്താ കുഴപ്പമെന്ന് നവിയ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, നിനക്ക് നാണമില്ലേടി നിൻ്റെ വീട്ടിൽ ചെന്ന് ഇങ്ങനെയൊക്കെ ഇരക്കാൻ? മുത്തശ്ശിയെ സോപ്പിട്ട് നിൻ്റെ അനിയത്തി കുറേ സ്വർണം ചോദിച്ച് മേടിച്ചു, അതിന് വീതം പറ്റാനായിട്ട് നിനക്ക് നിൻ്റെ വീട്ടിലോട്ട് പോകാൻ നാണമില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പം നവിയ പറയുന്നുണ്ട്, എനിക്കൊരു നാണമില്ലടി, എൻ്റെ അനിയത്തിയുടെ അടുത്ത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്, അവൾക്ക് നല്ല മനസ്സാണ്, അതുകൊണ്ട് അവൾ എനിക്ക് ആവശ്യത്തിന് സ്വർണം ഞാൻ ചോദിക്കുന്നത് തന്നെ തരുമെന്നും എനിക്കറിയാമെന്ന് പറയും. അഭിയേട്ടൻ്റെ കൈക്ക് എല്ലില്ലാഞ്ഞിട്ടാ അല്ലെ ഇവളൊക്കെ ഇങ്ങനെ കിടന്ന് ഇവിടെ കൊന്തളിക്കുവോ, ഇവളെയൊക്കെ നിലയ്ക്ക് നിർത്തേണ്ട സമയം കഴിഞ്ഞെന്നൊക്കെ നവിയെ നോക്കി അനാമിക പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നവിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. നവിയും പറയും, നിൻ്റെ അമ്മ കൊള്ളുകയില്ലാത്തതുകൊണ്ടല്ലേ നിൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നെ ആയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അനാമിക പറയും, എൻ്റെ അമ്മയെക്കുറിച്ച് പറയരുതെന്ന്, എൻ്റെ അമ്മയെയും എൻ്റെ അനിയത്തിമാരെയും കുറിച്ച് വല്ലതും പറഞ്ഞാൽ ഞാനും നല്ല വർത്താനം പറയുമെന്ന് പറഞ്ഞ് നവി അങ്ങ് കയറിപ്പോവും. നിൻ്റെ കൈക്ക് ഒരു കഴകത്തില്ലല്ലോ, അല്ലെങ്കിൽ നീ ഇങ്ങനെയൊക്കെ അവളുടെ വർത്താനം കേട്ടുകൊണ്ട് നിൽക്കുമായിരുന്നോ, നിനക്ക് പോയി തൂങ്ങിച്ചത്തുകൂടാടാന്നൊക്കെ ജലജ മകനെ ദേഷ്യപ്പെട്ട് വഴക്കൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് അഭിക്ക് അങ്ങ് സങ്കടമൊക്കെ വന്നിട്ട് അഭി അങ്ങ് ഇറങ്ങിപ്പോവും. സ്വർണം കിട്ടാത്തതിൻ്റെ കലിപ്പ് ആരോട് തീർക്കണമെന്ന് ഓർത്ത് നടക്കുകയായിരുന്നു അനാമിക. അന്നേരമാണ് അനി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. നീ ഒരാണാണോടാ, നിൻ്റെ ഏട്ടനെ കണ്ടുപഠിക്ക്. ആദർശേട്ടനാണെങ്കിൽ മുത്തച്ഛനെയും മുത്തശ്ശിയെയും സോപ്പിട്ട് സ്നേഹമൊക്കെ നടിച്ച് കണ്ടില്ലേ, ഭാര്യയ്ക്ക് 150
പവൻ കൊണ്ടുവന്ന് കൊടുപ്പിച്ചിരിക്കുന്നത്. നിന്നെ കൊണ്ട് അതിനെന്തെങ്കിലും കഴിയുമോ എന്ന് ചോദിക്കും. അതിനെന്താ, ഏട്ടത്തിക്ക് 100 പവനോ അല്ലെങ്കിൽ 10 കിലോ സ്വർണം കൊണ്ട് കൊടുത്താലും എനിക്ക് സന്തോഷമുള്ളെന്ന് പറയും. അതല്ലേലും നീ അങ്ങനെ പറയത്തുള്ളല്ലോ, നിന്റെ ആ മൊട്ടച്ചിയുള്ള വീടല്ലേ അത്, നിനക്ക് അവളുടെ അടുത്ത് പോകാനുള്ള ഒരു ചാൻസ് അല്ലേ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് അനാമിക അനിയോട് വഴക്കിട്ട് അങ്ങ് പോകും. അപ്പോൾ അനി ഓർക്കുന്നുണ്ട്, ഇവിടെ ഇരുന്നാൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും, അതിനും ഭേദം പുറത്തെങ്ങാനും കറങ്ങി നടക്കുന്നതാണെന്ന്. അനാമിക ആ ദേഷ്യത്തോടെ താഴോട്ടിറങ്ങി വരുമ്പോഴാണ് ജാനകി അവിടെ നിൽക്കുന്നത് കാണുന്നത്. അപ്പം ജാനകി ചോദിക്കും, എന്ത് പറ്റി മോളെ, അനിയുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടായോ എന്ന്. എനിക്ക് അവനെ സഹിക്കാനേ പറ്റുന്നില്ല, എന്തിനാമേ അവൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അനി അങ്ങോട്ട് ഇറങ്ങി വരും. അപ്പോൾ അനി പറയും, അത്ര ബുദ്ധിമുട്ടാണ് ഇവിടെ നിൽക്കണമെന്നില്ല, പൊക്കോളാനായി. അനി നീ വലുതായെന്നൊന്നും ഞാൻ നോക്കത്തില്ല, നല്ല അടി വെച്ച് തരും എന്നൊക്കെ ജാനകി പറയും. ആ സമയത്താണ് അജയൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അജയനോട് ജാനകി പറയുന്നുണ്ട്, അമ്മയും അച്ഛനും നയനയ്ക്ക് കൊണ്ടുപോയി 150 പവൻ സ്വർണം കൊടുത്തെന്ന്. അതിനെന്താ, അത് നയനമോൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണെന്ന് അജയനും പറയും. അത് കേൾക്കുമ്പോഴത്തേന് അനാമിക മനസ്സിലോർക്കുന്നുണ്ട്, ആദ്യം ഇയാളുടെ തലക്കെട്ടാ 2 കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അച്ഛനും അമ്മയും സ്വർണം കൊടുക്കുകയാണെങ്കിൽ ഈ വീട്ടിലെ ഏറ്റവും ഇളയ മരുമകളായ നമ്മളുടെ മോൾക്കല്ലായിരുന്നു അതൊക്കെ കൊടുക്കേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ അജയൻ പറയും, സ്ഥാനമോ പ്രായമോ നോക്കിയൊന്നും അല്ല അച്ഛനും അമ്മയും ഓരോന്ന് ചെയ്യുന്നത്, അവർക്ക് മനുഷ്യരെ മനസ്സിലാകും, അതുകൊണ്ടാണ് നയനയ്ക്ക് അതുകൊണ്ട് കൊടുത്തതെന്ന് പറയും. അതെന്തിനാ അവൾക്ക് ഇത് കൊടുത്തെന്ന് ഞങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ആരും മറുപടി പറയുന്നില്ല. അതിനർത്ഥം ഇനി അവളെങ്ങാനുമാണോ ഏട്ടത്തിക്ക് കരൾ കൊടുത്തതെന്ന്. അപ്പോഴത്തേന് അജയനും അനിയും ഒന്ന് വല്ലാതാകുന്നുണ്ട്. അത് ഏട്ടത്തിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ അത് ഏട്ടത്തി കൊടുക്കുക തന്നെ ചെയ്തേനെന്ന് അനി പറയും. പിന്നെ അവളങ്ങ് കൊടുക്കുകയല്ലേ, അവൾ ഇങ്ങനെങ്ങാനും ഒരു സാഹചര്യം വന്നെങ്കിൽ ഈ നാട് തന്നെ വിട്ടു പോയേനുമെന്ന് അനാമിക പറയുന്നത് കേൾക്കുമ്പോഴത്തേന് അജയനും അനിക്കും അങ്ങ് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അജയൻ പറയും, മോനെ നീ പുറത്തോട്ട് പോകാൻ ഇറങ്ങിയതല്ലേ, പൊക്കോളാൻ പറയും. അന്നേരത്തേന് അനാമിക ചോദിക്കുന്നുണ്ട്, അവൾ ഉള്ള ഇടത്തോട്ട് പോകാനായിട്ടായിരിക്കും അവൻ ഇപ്പോൾ അവിടെ ഇറങ്ങുന്നതെന്ന്. അന്നേരത്തേന് അജയൻ പറയും, അതിനെന്താ മോൻ നയനയുടെ വീട്ടിൽ പോയാൽ കുഴപ്പമൊന്നുമില്ല, ഈ വീട്ടിലെ 2 മരുമക്കളുടെ വീടാണല്ലോ അതെന്ന് പറയും. ഈ അച്ഛൻ തന്നെയാണോ ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്നതെന്ന് അനാമിക ചോദിക്കുമ്പോഴത്തേന് അജയൻ പറയും, അത് അവന് അങ്ങോട്ട് പോകാനുള്ള അവകാശമുണ്ട്, അതുകൊണ്ട് അവൻ അവിടെ പോവുക തന്നെ ചെയ്യുമെന്ന് പറയും. ഇനി ആരെങ്കിലും നയനയും അവളുടെ വീട്ടുകാരെയും എന്തെങ്കിലും പറഞ്ഞാൽ ഞാനോ ഈ വീട്ടിലുള്ള ആണുങ്ങളോ ആരും അത് സഹിച്ചുകൊണ്ട് നിൽക്കുമെന്ന് ആരും വിചാരിക്കേണ്ട, നീയും നിൻ്റെ മരുമോളോട് കൂടിയാ പറയുന്നതെന്ന് അജയൻ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങ് ഇറങ്ങിപ്പോവും. അപ്പോൾ അനി പറയും, അച്ഛൻ പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളെന്ന് പറഞ്ഞ് അവർ ഇറങ്ങി അങ്ങ് പോകും. അനി അങ്ങ് പോയി കഴിയുമ്പം അനാമിക പറയുന്നുണ്ട്, എന്തിനാമ എന്നെ വന്ന് വിളിച്ചുകൊണ്ട് വന്നത്, ഞാൻ ആ വീട്ടിലെങ്ങാനും നിൽക്കത്തില്ലായിരുന്നോ, എനിക്കാണെങ്കിൽ ഈ വീട്ടിൽ വന്നിട്ട് ഒരു മനസ്സമാധാനവും ഇല്ലെന്ന്. അത് കേൾക്കുന്ന ജാനകിക്ക് അങ്ങ് സങ്കടം വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന നയനെ കാണാനായിട്ട് ആദർശ് വരുന്നതാണ്. അപ്പം നയനെ ചോദിക്കും, എന്താ ഈ രാത്രിയിൽ വന്നതെന്ന്. അത് എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു, അതുകൊണ്ട് വന്നതാന്ന് പറയും. അമ്മ എങ്ങാനും ഇതറിഞ്ഞാൽ പിന്നെ പ്രശ്നമാകില്ലേ ആദർശേട്ടാന്ന് നയനെ ചോദിക്കുന്നുണ്ട്. അമ്മ ഇതൊന്നും അറിയില്ലല്ലോ എന്ന് ആദർശ് പറയുമ്പോഴത്തേന് നയന പറയും, അത് പറയാൻ പറ്റത്തില്ല, ചിലപ്പം ആദർശേട്ടൻ്റെ പുറകെ അഭി എങ്ങാനും വന്നിട്ടുണ്ടായിരിക്കുമെന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയും. അഭിയുടെ സ്വഭാവമൊക്കെ ഇപ്പോൾ എങ്ങനെയുണ്ട് ആദർശേട്ടാന്ന് നയന ചോദിക്കുന്നുണ്ട്. അവൻ്റെ സ്വഭാവം പഴയതിനേക്കാൾ മോശമാണെന്നാണ് കേട്ടത്. കഴിഞ്ഞ ദിവസം മാനേജർ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു അവൻ ഏതോ ഒരു പെൺകുട്ടിയായിട്ട് കറങ്ങുന്നുണ്ടെന്ന്. അതൊക്കെ ശരിയാണോ ആദർശേട്ടാന്ന് നയനെ ചോദിക്കും. അവൻ അങ്ങനെയൊക്കെയാണ്, ഇപ്പോൾ നോൺ വെജൊക്കെ കഴിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ, ഇത്രയും ദിവസമൊക്കെ നോയമ്പെടുത്ത് വന്നത് തന്നെ ആദ്യമായിട്ടാണ്. ഇങ്ങനെയൊക്കെ അവൻ ചെയ്യുന്നതിൻ്റെ ഫലം അവന് കിട്ടാറുമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ മല ചവിട്ടാൻ നേരത്ത് അവിടെ ചെന്ന് തേങ്ങ ഉടച്ച സമയത്ത് ചിരട്ട കാലേ കൊണ്ട് കയറി അവന് മല കയറാൻ പറ്റിയില്ല. അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ അവനുണ്ടാകാറുണ്ട്. ഈ പ്രാവശ്യം എന്തൊക്കെ ഉണ്ടാകുമെന്ന് ആർക്കറിയാമെന്നൊക്കെ ആദർശ് പറയുമ്പോൾ നയന പറയാം, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാമെന്നൊക്കെ. അവൻ്റെ സ്വഭാവവും നേരെയാകാനായിട്ടായിരിക്കുമല്ലോ ഈ പ്രാവശ്യത്തെ മലകയറ്റം എന്നൊക്കെ നയന പറയും. നിനക്ക് എന്തെങ്കിലും പ്രത്യേക ആവശ്യം ഞാൻ ഭഗവാനോട് പറഞ്ഞു കൊടുക്കണോ എന്ന് ചോദിക്കുമ്പം നയന പറയുന്നുണ്ട്, അതെന്തായാലും പോകുന്നതിൻ്റെ തലേ ദിവസം ഞാൻ പറയാമെന്ന്. അത് ഞാൻ എന്തായാലും ഇവിടെ വന്നിട്ടേ പോകത്തുള്ളൂ, അച്ഛനെയും അമ്മയും കണ്ട് ദക്ഷിണയൊക്കെ കൊടുത്തിട്ടേ ഞാൻ പോകത്തുള്ളെന്ന് പറയും. നവ്യ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അനാമിക അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം നവ്യ പറയും, എന്നെ എൻ്റെ അനിയത്തിയെ ഈ വീട്ടിൽ നിന്ന് പുകച്ച് ചാടിക്കാനായിട്ട് നീ കുറേ ശ്രമിച്ചല്ലോ, എന്നിട്ട് നടന്നില്ലല്ലേ എന്ന്. അപ്പം അനാമിക പറയുന്നുണ്ട്, പുകച്ചാലും നീയൊന്നും പുറത്തു പോകില്ലല്ലോ, അർഹതയില്ലാതെ കയറി വന്നതല്ലേ, അതുകൊണ്ട് ഇവിടെ തന്നെ കടിച്ചു പിടിച്ച് കിടക്കാൻ നീ നോക്കത്തുള്ളെന്ന്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, നീ ഇനി എന്തെല്ലാം പ്രയോഗിച്ചെന്ന് പറഞ്ഞാലും ഞാനും എൻ്റെ അനിയത്തി ഈ വീട്ടിൽ തന്നെ കാണും, നിന്നേക്കാൾ അവകാശം ഇനി ഈ
ഈ വീട്ടിൽ താമസിക്കാൻ എനിക്കും എൻ്റെ അനിയത്തിക്കും മാത്രമായിരിക്കുമെന്ന്. നിന്റെ ഭർത്താവിന് പോലും നിന്നെ വേണ്ടല്ലോ, പിന്നെ നീ എന്തിനാ ഇവിടെ കിടക്കുന്നെന്ന് നവ്യയോട് അനാമിക ചോദിക്കുന്നുണ്ട്. നിന്റെ ഭർത്താവിന് നിന്നെ ഭയങ്കര കാര്യമാണല്ലോ, അതുകൊണ്ട് നിനക്ക് ഇവിടെ തന്നെ താമസിക്കാമല്ലോ എന്ന് അനാമികയെ നോക്കി നവ്യയും പറയും. നിന്റെ അനിയത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ടല്ലേടി നിങ്ങളെല്ലാം നോക്കിയെന്ന് അനാമിക പറയുമ്പോഴത്തേന് നവ്യ പറയുന്നുണ്ട്, എൻ്റെ അനിയത്തിയെ ഇങ്ങോട്ട് കൊണ്ടുവരാത്തതിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ഈ വീട്ടിൽ പലരും സങ്കടപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേന് അനാമികയ്ക്ക് അങ്ങ് ദേഷ്യം വരും. ഇനി നീ എന്നെയോ എൻ്റെ അനിയത്തിയോ എൻ്റെ വീട്ടുകാരെയോ എന്തെങ്കിലും പറഞ്ഞാൽ നീ ഇനി കണ്ണാടി നോക്കുമ്പോൾ നിൻ്റെ മോഹത്തിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കില്ലെന്ന് പറയും. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, നീ എന്നെ തല്ലുകൂടിയെന്ന്. അപ്പോൾ അവക്കിട്ട് ഒരെണ്ണം കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ നിൽക്കുന്ന നവിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.